നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ടൌൺഷിപ്പിലെ ദൃശ്യങ്ങളാണ്. അതേസമയം തന്നെ മറുഭാഗത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്നതിനും അറിവില്ല. കോൺഗ്രസ് ആ പണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആ പടക്കം മുക്കിയിരിക്കുന്നു. ഇന്ന് തറക്കല്ലിടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ ഭൂമി വാങ്ങിയിട്ടുണ്ടോ നമുക്കറിയില്ല. ഇന്ന് തറക്കല്ലിടുമോ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി എപ്പോൾ തറക്കല്ലിടും? കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടുത്ത തീയതി പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കാം. ഈ വീട് നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ആ ദുരന്തത്തിൽ പെട്ടുപോയ മനുഷ്യരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു മാസം 25,000 രൂപയോളമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. ഒരു കുടുംബത്തിലെ 2 പേർക്ക് മാസം 9,000 രൂപ വെച്ച് 18,000 രൂപ, ഒപ്പം തന്നെ 6,000 രൂപ വീട്ടുവാടക, ഒപ്പം 1,000 രൂപയുടെ ഫുഡ് കൂപ്പൺ, അങ്ങനെ 25,000 രൂപ ആ മനുഷ്യർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൺതുറന്ന് കാണേണ്ടതാണ്, ചെവി തുറന്ന് കേൾക്കേണ്ടതാണ്. ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലൊരു പുനരധിവാസമോ ഇതുപോലൊരു പുനരധിവാസ സഹായ പ്രവർത്തനമോ നടന്നിട്ടില്ല എന്നുറപ്പാണ്. ഇത് നടക്കുകയുമില്ല എന്നും നമുക്ക് ഉറപ്പാണ്. ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് വയ്ക്കാം. ഇവിടെ വീടുകൾ പണിയാൻ വേണ്ടി പിരിച്ച പണമടക്കം കോൺഗ്രസ് നേതൃത്വം മുക്കുമ്പോൾ മറുഭാഗത്ത് ഇതാ കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു 450 കിലോമീറ്ററുകൾക്കപ്പുറം ബാംഗ്ലൂരിൽ യലഹങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 300ഓളം വീടുകൾ നിമിഷ നേരം കൊണ്ട് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിരിക്കുന്നു കോൺഗ്രസ് സർക്കാർ. 3000ഓളം മനുഷ്യരെ വഴിയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു കോൺഗ്രസ് സർക്കാർ. ഇതാണ് 2 സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള താരതമ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.